ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഞാൻ പേരിട്ടു. എന്ത് പേര്? കില്ലർ പോക്ക്. ഓഹോ, ചോപ്പില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ നീട്ടി ചോപ്പ്? കൊള്ളാവോ? നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? എന്റെ അമ്മായിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ത് ഇഷ്ടപ്പെട്ട്? ഒരുപാട് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ അങ്ങനെ നോക്കിയ എന്തെന്നറിയാമോ, നമ്മള് താമസിച്ചോണ്ട് വഴക്ക് പറയണെങ്കിലാ. വഴക്കൊന്നുമില്ല, ഭയങ്കര തിരക്കല്ലേ, ക്രിസ്മസ് അല്ലേ, അതുകൊണ്ട് ഇഷ്ടം പോലെ എന്തായാലും കിട്ടിയല്ല. ഞാൻ കിട്ടൂലെന്ന് തന്നെ വിചാരിച്ച്. ഇവളുടെ ഒരുക്കം കാരണം വൈകിയത്. നമ്മളാണ് ആളല്ലേ. അതെ, നമ്മൾ അങ്ങ് ഇങ്ങനെ പയ്യെ കയറി. ചേട്ടാ ഇപ്പോഴേ ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മായി ചെയ്യേണ്ടത് വെളുത്തുള്ളിയും സവാളയും മാത്രം മതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത്രയും മതി. നോൺ ഇവിടെ നിൽക്ക്, എനിക്കൊരു കൂട്ടിന്. ശരി, അമ്മായിക്ക് കൂട്ട് വേണോ? അയ്യോ, എനിക്ക് കൂട്ടൊന്നും വേണ്ട, ഞാൻ തന്നെ വലിയ കൂട്ടായിട്ട് കിടക്കണം. അത് എന്നെ വേണ്ടെന്നൊരു വട്ടിലാണല്ലോ. അയ്യോ, നീ ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു. കഴിഞ്ഞ ക്രിസ്മസ് ഓർമ്മയുണ്ടാ? പിന്നെ നമ്മള് വലിയൊരു ആടിന് വാങ്ങിച്ച്. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? നിന്റെ ഡ്രസ് സൂപ്പർ അല്ലേ? നീ ചുന്ദരിയല്ലേ? എന്തോ പണി കഴിയുന്നുണ്ട്. സോപ്പ് ഇന്ന് വെറൈറ്റിയാണ്. വെറൈറ്റി എന്ത് വെറൈറ്റി? പോർക്ക് വെച്ചിട്ടുള്ള വെറൈറ്റി. പണ്ട് നമ്മൾ പോർക്ക് കറുപ്പൈ ഉണ്ടാക്കിയില്ലേ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടാവും. അതുപോലൊരു വേറൊരു രീതിയിലൊരു സാധനം. നീ ഇത്രയും കട്ടിയാവോ? നെയ്യുടെ തൊലിയത്. ഓ, അതാണോ കട്ടി? നെയ്ക്ക് കട്ടിയില്ലണ്ടാ, പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതുണ്ട്. വെള്ളം വേണം ഇനി. അതെ, ഇങ്ങനത്തെ പീസാണ് ഞാൻ പറഞ്ഞത്. കണ്ടാ, ഇങ്ങനെ ഇരിക്കണം. കണ്ടാ കണ്ടാ കണ്ടാ. ഇനി പോകുമ്പോൾ അങ്ങനത്തെ മേടിച്ചിട്ടുണ്ടല്ലോ കേട്ടോ. ആ വെള്ളം മുഴുവൻ ഒഴിച്ചിട്ട് വെള്ളവും കൊണ്ടോ ഉരുളയും കൊണ്ടോ. മാളു, അടുപ്പ് കത്തിച്ചോ.
ഇത് കഴിഞ്ഞിട്ട് നിനക്ക് പണി വരുന്നുണ്ട് അവറാച്ചാ. എന്ത് പണി? ഇടിക്കാൻ. എന്തോന്ന് ഇടിക്കാൻ? മറ്റേ കുരുമുളക് ചതക്കാൻ. വിറകെടുത്ത് വെക്ക് വേണ്ട, ഇത്രയും വെച്ചിട്ട് കത്തിക്കാൻ പോണോ നീ? വിറകില്ല. ഉള്ളതൊക്കെ എടുത്ത് ചുരുട്ടിക്കൂട്ടി വെക്കും. അമ്മയുള്ളത് ചൂട്ടുള്ളത്. ചൂട്ട് മതി, ചൂട്ട് പോയാ. ഓ സാധാരണ എനിക്ക് സവാള കഴിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാറില്ല. ഇപ്പൊ എന്തോ വെള്ളം വരണം. നീ മാറ്. അമ്മായി കത്തിച്ച അമ്മായി. ഇല്ല, ഞാൻ കത്തിക്കും. ഇവിടേക്ക് മാറ. ഇടണോ? ഇടണോ? നെയ് പീസ് മാത്രം നോക്കിയിട്. ഇത് മാത്രോ? ഇങ്ങനെയാ? ആ അത് നമുക്ക് എണ്ണ വേണ്ട, നെയ്യ് മതി. കൊണ്ടുവന്നേ. മാളു, നീ ആ കുരുമുളക് ഇടിച്ചതാ. ഞാൻ അടിക്കണോ? അത് ഉരുവണോ? ആ ഇത് ഉരുകു. ഇതാ കുരുമുളക്. നീ ഇളക്കിക്കോ മാളു. അതാ അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് ഇട്ടാ അത് വേവ് മാറൂലേ? മറ്റിന് വേവ് കൂടുതൽ, വേവ് കുറവ്? ഇല്ല, ഇതിൽ മാംസമില്ലല്ലോ, നെയ്യ് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ. നെയ്ക്ക് അല്ലെങ്കിലേ വേവ് കുറവല്ലേ, മാംസത്തിനല്ലേ വേവ് കൂടുതൽ. ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കാൻ അവിടെ വെച്ചൊന്ന് മൂപ്പിച്ചോ. അമ്മായി, ആ പച്ചമുളകും മല്ലിച്ചീരയും കഴുകി തരുമോ?
അമ്മായി കുറച്ച് വെള്ളം ഒഴിക്കോ? ഓ ഇന്ന് മതി കുറച്ച്. കുറച്ചുകൂടെ വേവണ്ടേ? ഇറച്ചി വേവണ്ടേ? പോരെ? കുറച്ചുകൂടെ. മതിയാ? അടച്ചോ. നമുക്ക് കഴിച്ചിട്ട് വന്നാലോ? ഓക്കെ അവളുടെ ഇൻട്രസ്റ്റ് നോക്കിയമ്മ. വാ ഞാൻ കൈ എഴുതിയിട്ടാ, നിങ്ങൾ വെക്കോ. സീന് കളറല്ലേ? നല്ല കളർ. എനിക്ക് ഇതുപോലത്തെ ഒരു സാരി കിട്ടിയിരുന്നെങ്കിലാ. ഇതമ്മായി എന്നാ കേക്ക്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സാന്താക്ലോസ് ഒക്കെ പറയാമോ? ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. അപ്പൊ എനിക്ക് കേക്കില്ലേ? കുടിച്ചാ? എങ്ങനെയുണ്ട്? ആഹാ അങ്ങനെയല്ലേ ടേസ്റ്റ്? കേക്ക് കടിച്ചിട്ട് വൈൻ കുടിച്ചു നോക്കിയേ. ഞാൻ വിചാരിച്ചു ഈ വൈൻ കഴിക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ വയറും നിറഞ്ഞു. എന്റെ വയറ് നിറഞ്ഞു. ഒരു സൂപ്പർ ടേസ്റ്റ് അല്ലേ വൈന്? ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് തട്ടിവിട്ടാ പിന്നെ നിറയില്ല. പിടിക്കും, ഞാൻ എണീക്കട്ടെ. നീ ഇരുന്ന ഞാൻ അത് ഫുള്ളും കൂടി. ഓ സൂപ്പർ. ഓ അമ്മായി ഓ എടുത്തോ അമ്മായിയുടെ സ്വത്ത്. എന്റെ സ്വത്ത് പിടിച്ചേക്കണ നോക്ക്. എന്താ നേരത്തെ ഞാൻ എണ്ണ ഒഴിക്കാത്ത എത്ര ഭാഗ്യം നോക്കിയേ. കണ്ടാ കണ്ടാ കണ്ട് കണ്ട് എന്താ കണ്ടാ എണ്ണ. മാളു നീ പോയി ആ ശംഖുപുഷ്പം എടുത്തുണ്ടോ? എവിടെ വെച്ചേക്കണെന്ന് അറിയാ? ഇതൊക്കെ ഇട്ടാ അതെ മതി അമ്മായി. നമ്മൾ ഇടിച്ച കുരുമുളക് കിട്ടില്ലേ, അതുകൊണ്ട് മതി. അമ്മായി ആ ചായപാത്രം എടുത്തുകൊണ്ട് വരുമോ? ഓ അമ്മായി ചായപാത്രം എടുക്കാൻ പറ്റും. അമ്മായി എത്തിയോ? നിങ്ങൾ പോയി ടേബിൾ സെറ്റ് ചെയ്തോ, ഞാൻ ഈ ചായ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ബാ. കഴിഞ്ഞാ? ഇല്ല. എങ്ങനെയുണ്ട്? ഇല്ല. അടിപൊളി അല്ലേ? പൊളിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അടിപൊളി അമ്മായി. ഈ വർഷം അമ്മായി വന്നതിന്റെ ഒരു ഗുണമാണ് ഇതൊക്കെ. കറക്റ്റ്. അമ്മായി വന്നപ്പോ അമ്മായിയുടെ ആ തെളിച്ചമാണ് ഈ ക്രിസ്മസ് ട്രീയിൽ കാണുന്നത്. ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് പുൽക്കൂട് വാങ്ങിച്ചൊന്നുമല്ലോ ചേച്ചി. ആ പുൽക്കൂട് മേടിച്ചില്ല അമ്മായി ഇത്തവണ. കഴിഞ്ഞ വർഷം പുൽക്കൂട് ഉണ്ടായിരുന്നു.
അത് ആദ്യമേ ഓർമ്മിച്ചെല്ലാം ചെയ്യണ്ടായിരുന്ന മക്കളെ. ഓർമ്മിച്ച് ചെയ്താൽ ഇത് മേടിച്ചിട്ട് പോന്നു മേടിക്കാൻ പറഞ്ഞു. ആ ഒരു ക്രിസ്മസ് അപ്പൊ ഉണ്ടായിരുന്നില്ലേ? അയ്യോ നീ ഇതിപ്പോ എല്ലായിടത്തും നോക്കി, ഞാനിവിടെ കൊണ്ടു തൂക്കാനാ. ഇഷ്ടപ്പെട്ട അമ്മായി? ഓ ഇഷ്ടപ്പെട്ടു മക്കളെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പാട്ടും കളിയും ഒക്കെ ആയിട്ട് ഒന്ന് തോന്നുന്നാ? ഓ. എന്നാ അമ്മായിയുടെ വക ഒരു ഡാൻസ് സെറ്റ് നമുക്കെന്നാ കഴിച്ചാലോ? ഓ പിന്നെന്ത്. മാളു യാ ബാ. മാളൂന് നെയ് പീസാണോ വേണ്ടത്? അല്ലാത്ത പീസ്. അല്ലാത്ത പീസാ. ചേച്ചിടാ പ്ലേറ്റ്. നമ്മുടെ നീലച്ചായ നോക്കട്ടെ. ഇത് നീ ഒന്ന് കഴിച്ചു നോക്ക് മാളൂ. ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് രുചി കാരണം നീ സ്വർഗത്തിലെത്തും. ഞാൻ വരെ അമ്മയെ വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ഞാൻ പേരിട്ട് എന്തുവരും? കില്ലർ പോർക്ക്. കില്ലർ പൊറുക്കാ? ഭയങ്കര ബുദ്ധിട്ടാ. ആ അത് തന്നെ. കഴിച്ചിട്ട് സ്വർഗത്തിലെത്തും പറഞ്ഞപ്പോ ബുദ്ധി. സ്വർഗത്തിലെത്തും പറഞ്ഞു കഴിഞ്ഞപ്പോ നീ എന്താ കില്ലർ പൊറക്ക് നിടാൻ കാരണം? നിനക്ക് ഹെവൻ പൊറക്ക് നിട്ടാ പോരെ? ചത്തുവയിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ കൊന്നല്ലേ സ്വർഗത്തിൽ പോണേ. എന്ത് സാധനം നോക്കമ്മായി, എവിടെ വരെ ചിന്തിച്ചിരിക്കണവള്. അത് തന്നെ ഭയങ്കര സാധനം. താങ്ക് യു. ബുദ്ധി ബുദ്ധി തല നിറയെ ബുദ്ധി. ഇനി അടുത്ത വർഷം ഞാൻ ഇങ്ങനത്തെ പേരുകളൊക്കെ പറയുള്ളൂ കേട്ടോ. ഓ ഓ ഓ ഇനി അടുത്ത വർഷം ഇങ്ങനത്തെ പേര് പറയുള്ളൂ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നാ? അത് മതി. അയ്യോ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ? ന്യൂ ഇയർ ആവാൻ പോണെന്നല്ലേ, 5 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. നീ മനസ്സിലായി? മനസ്സിലായില്ലേ? ചേച്ചിക്ക് എവിടെ നിന്ന് അരി കിട്ടി? ഐഡിയ അല്ല, എല്ലാരും ഉണ്ടാക്കണം ശംഖുപുഷ്പം. ചെമ്പരത്തിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒന്നും ഇടൂല, ശംഖുപുഷ്പം മാത്രമേ ഇടുള്ളൂ. പഞ്ചസാര ഇടൂല, തേയിലൊന്നും ഇടൂല. പക്ഷെ ശംഖുപുഷ്പം വെച്ചിട്ട് ചായ എന്നാ പറയാ. സാധാരണ നെയ്യാ ടേസ്റ്റ് വരുന്നത്. നെയ്യിനേക്കാളും ടേസ്റ്റ് മാംസത്തിന് അല്ലേ? എന്താണ് ഞാൻ അതേ മാംസമതി പറഞ്ഞു. പറ്റുമെങ്കിൽ നമുക്ക് ഈ ന്യൂ ഇയറിന് എവിടെയെങ്കിലും പോവാട്ടോ. പറ്റുമെങ്കിൽ ഉറപ്പൊന്നും തന്നില്ല കേട്ടോ മാളു. കൊണ്ടുപോയില്ലെങ്കിൽ അന്ന് മുതൽ ഇനി സ്വരക്കേടായിരിക്കും. ഉറപ്പ് തന്നില്ല. അതാ ന്യൂ ഇയറിന് കൊണ്ടുപോയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിലും കൊണ്ടുപോകാം. പുറത്തോട്ട് കൊണ്ടുപോകണം. നോക്കാം.